കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ മിമി. എല്ലാരും സുഖമായിരിക്കുന്നോ? ഇന്ന് അപ്പൂപ്പന്റെ ടുക്കുടുക്കു വണ്ടിയിൽ ഞാൻ എൻ്റെ ഒരു പഴയ ചങ്ങായിനെ കാണാൻ പോയി. പക്ഷേ പേടി കാരണം ഞങ്ങൾ രണ്ടാളും പണ്ട് പൂരപ്പറമ്പിൽ കണ്ട പരിചയം പോലും കാണിച്ചില്ല കേട്ടോ. എന്നാലും ഇവന്റെ ഗമ ഇച്ചിരി കൂടുതലാണ്. ഞാനൊരു ചിരി ചിരിച്ചു, ചീറ്റിപ്പോയി. വീണ്ടും ചിരിച്ച്. പണ്ട് എപ്പോഴും തന്ന ചിപ്സ് എന്റെ ഉള്ള പലൻ്റെ നിന്ന് തപ്പിപ്പറക്കി ഞാൻ തിന്നോണ്ടിരുന്നപ്പോ ഈശ്വരി ഇവൻ കൊത്താൻ വരുവാണോ? അയ്യോ, ഇത് കൊത്തു തന്നെയെന്ന് പറഞ്ഞു ഓടിയപ്പോ ഹായ് ഫ്രണ്ട്, നല്ല ഭംഗിയുള്ള ഒരു ആമ്പൽച്ചെടി കേട്ടോ. ഞാൻ പിച്ചിപ്പോയി സന്തോഷം കൊണ്ടാ. പക്ഷേ പണി പാളി. അവന്റെ അമ്മ വേണ്ട കയ്യും കൊടുത്ത് പിറകെ തന്നെ നോക്കുന്നുണ്ട്. തിരിച്ചു പൂ ഫിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ടൊന്നും പറ്റിയില്ല കേട്ടോ. ഞാൻ അവിടുത്തെ പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ചു നിന്ന് ഒരു ഓണപ്പാട്ടൊക്കെ പാടി നൈസായിട്ട് അവരെ മയക്കാൻ നോക്കി. അപ്പൊ വേണ്ട വരുന്നു എന്റെ കൂട്ടുകാരനെ ചുരുട്ടി കൂട്ടി ഒരു ബക്കറ്റ് എടുത്ത് കുളിക്കാൻ കൊണ്ടുപോവാൻ. ഈശ്വര, എന്ത് നല്ലൊരു ഗമക്കാരൻ തത്തയായിരുന്നു. വേണ്ട കയ്യേതാ കാലേതാ കൊക്കേതാ തൂവലേതാന്ന് പോലും മനസ്സിലാക്കാതെ വേണ്ട അവൻ വലിഞ്ഞൊക്കെ കേറാൻ നോക്കുന്നു. ഈശ്വര, രാവിലെ ഇങ്ങടെ തേച്ച് എണ്ണയാൻ തോന്നുന്നു. അവന്റെ അച്ഛൻ ചവിട്ടി തേച്ച് കഴുകുന്നുണ്ട്. ഇതെല്ലാം സഹിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് വേണ്ട അവിടെ ഉണക്കാനിട്ടിരുന്ന പുള്ളി മാറ്റിയിട്ട് എന്റെ പാവം കൂട്ടുകാരനെ ഉണക്കാനിട്ടു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാനിവിടെ ചിരിച്ചോണ്ടിരിപ്പുണ്ട്. എങ്ങനെ ചിരി വരാതിരിക്കും നിങ്ങൾ തന്നെ പറ. പക്ഷേ അവന് നല്ല വിഷമായെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ അമ്മേനെ വിളിച്ചോണ്ട് അവന്റെ അടുത്തോട്ട് പോയി കേട്ടോ. പക്ഷെ അവന് സങ്കടമുണ്ടേ. അവൻ തിരിഞ്ഞിരിക്കും. അവന് നാണക്കേടായെന്ന് തോന്നുന്നു. ഞാനിതെല്ലാം കണ്ടില്ലേ. അവനൊരു നിലയും വില ഉണ്ടായിരുന്നില്ലേ. പക്ഷെ ഞാൻ തടവിയപ്പോ അവൻ എന്നെ സ്നേഹത്തോടെ നോക്കി. എനിക്ക് നല്ല സ്നേഹം വന്നു കേട്ടോ. അവൻ നല്ല കുറുവി ഇരിപ്പുണ്ടേ. എല്ലാം കഴിഞ്ഞ് ഞാൻ അമ്മേനോട് അവനെയും വിളിച്ച് ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നേരെ പോയത് ഒരു പുളിഞ്ചി മരവാ. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ലേ. പക്ഷെ ടേസ്റ്റ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി ഇതിന്റെ പേരെന്താ പുളിഞ്ചിക്കാന്ന്. അമ്മ പറഞ്ഞു മുന്നേ പണ്ട് ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തു. എനിക്കെങ്ങാനും അറിയില്ലേ, ഞാൻ ബേബി അല്ലേ. ഞാൻ 1, 2, 3 ഇത്ര എനിക്ക് എണ്ണ അറിയൂ. ബാക്കി നിങ്ങൾ എണ്ണിക്കോ. കുറെ കഴിച്ചു കഴിഞ്ഞപ്പോ എന്റെ പല്ലൊക്കെ പുളിക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ബോറടിച്ച് അടുത്ത മരത്തിലോട്ട് പോവാന്ന് കരുതി. അമ്മ വീഡിയോ പിടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. അതിനകത്ത് ഞാൻ അതിനൊന്ന് പൊട്ടിച്ചങ്ങ് തിന്നു. ഈശ്വരാ, തിന്നു കഴിഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത് ഇത് പഴമല്ല, ഇത് മുളകാണെന്ന്. എനിക്കൊന്ന് കരയാൻ പോലും പറ്റിയില്ല കൂട്ടുകാരെ. കണ്ണീന്നൊക്കെ വെള്ളം വന്നു. പക്ഷേ എനിക്കൊരു വിലയുള്ളതല്ലേ, അതങ്ങ് നഷ്ടമാവില്ലേന്ന് കരുതി ഞാൻ എല്ലാം എന്റെ ഉള്ളിൽ ഒതുക്കി. അപ്പോഴും ഞാൻ പിടിച്ച മുളക് എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൂപ്പൻ ഒരു കുടം പഞ്ചസാര എന്റെ വായിലിട്ട് തന്നു കേട്ടോ. ഒരു ആശ്വാസമൊക്കെ തോന്നി. എന്നെ കഴുകി പറക്കി അമ്മ കൊണ്ടുപോയി. ടാറ്റാ, എല്ലാരും സുഖമായിരിക്കണേ.